ഒരിക്കൽ റസൂലുള്ളാഹി പറഞ്ഞു, ആരാണ് അഹ്ലുസുന്നത്ത്, ആരാണ് രക്ഷപ്പെട്ട വിഭാഗം, പരലോകത്ത് രക്ഷപ്പെട്ട വിഭാഗം ആര്? മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എന്റെ സഹാബിമാരും ഏതൊരു ആശയധാരയിൽ ഏതൊരു ചര്യയിൽ നിലകൊള്ളുന്നുവോ അവരാണ് രക്ഷപ്പെട്ട വിഭാഗം. മറ്റൊരിക്കൽ പറഞ്ഞു, അസ്സവാദുൽ അഅ്ളം, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ ഇന്നേ വരേക്കുമുള്ള ഈ ഉമ്മത്തിന്റെ മഹാഭൂരിപക്ഷം എവിടെ നിൽക്കുന്നോ അതാണ് രക്ഷപ്പെട്ട വിഭാഗം. മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, അൽ ജമാഅ, സംഘമായി ജമാഅത്തായിട്ട് പരിശുദ്ധ സഹാബത്തിനെ മുറുകെ പിടിച്ച് ജീവിക്കുന്നവരാരോ അവരാണ് രക്ഷപ്പെട്ട വിഭാഗം എന്ന് പറഞ്ഞു. അവരാണ് സന്മാർഗം പ്രാപിച്ച വിഭാഗം. അവർക്ക് മാത്രമേ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയുന്ന ആ ശരിയായ ഇസ്ലാമിന്റെ ശരിയായ വഴിയിൽ നിലകൊള്ളുന്നവർക്ക് മാത്രമേ പരലോകത്ത് പാപമോചനം ഉണ്ടാകുകയുള്ളൂ എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇന്നീ ലഗഫാറുൻ ലിമൻ താബ വആമന വഅമില സാലിഹൻ, ഞാൻ പൊറുത്തു കൊടുക്കുന്നവനാണ്. ലിമൻ താബ, എന്നോട് തൗബ ചെയ്യുന്ന ആളുകൾക്ക്, വആമന, ഈമാൻ മുറുകെ പിടിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക്, വഅമില സാലിഹൻ, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഞാൻ പൊറുത്തു കൊടുക്കുമെന്ന് പറഞ്ഞെടുത്ത് പിന്നെ പറയാണ് സുമ്മഹ്തദാ. എന്താണ് സുമ്മഹ്തദാ? ഈമാനുണ്ട്, അമലു സാലിഹുമുണ്ട്, അതുപോലെ തന്നെ തൗബയുമുണ്ട്. പക്ഷെ അവിടെ നിർത്തിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ മറ്റ് അവിടെ ഒരു ചെറിയ ഭാഷാ ഭേദം അല്ലെങ്കിൽ പ്രയോഗം മാറ്റം വരുത്തിക്കൊണ്ട് പറയാണ് സുമ്മഹ്തദാ, പിന്നീട് അവൻ സന്മാർഗം പ്രാപിച്ചു. ഏതാണ് ആ സന്മാർഗം പ്രാപിക്കൽ? അമലു സ്വാലിഹ് ഉണ്ടായിരിക്കെ, ഈമാൻ ഉണ്ടായിരിക്കെ, തൗബയുണ്ടായിരിക്കെ പിന്നെ ഒരു ഇഹ്തിദാ എന്താണ്? അതിന്റെ വ്യാഖ്യാനിച്ചുകൊണ്ട് അതിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുകൾ പറയുകയാണ്, വഖാല സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹു പറയാണ്, സുമ്മഹ്തദാ, പിന്നീട് അവൻ സന്മാർഗം പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഐ ഇസ്തഖാമ അല സുന്നത്തി വൽ ജമാഅ, അതാണ് അതിന്റെ അർത്ഥം. സുന്നത്ത് ജമാഅത്തിൽ അവൻ യാതൊരു വ്യതിയാനവുമില്ലാതെ യാതൊരു ചാഞ്ചല്യവുമില്ലാതെ അവൻ ഉറച്ചു നിന്നു, വളവില്ലാതെ തിരിവില്ലാതെ അവൻ ചൊവ്വായി നിന്നു. അങ്ങനത്തെ ആളുകൾക്ക് ഇന്നീ ലഗഫാറുൻ, ഞാൻ പുറത്തു കൊടുക്കുക തന്നെ ചെയ്യും. ഇതാണ് സുന്നത്ത് ജമാഅത്ത്. ഈ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് വ്യതിചലിച്ച പ്രസ്ഥാനങ്ങൾ ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട്.